ഒടിയുന്ന പരുവായിരിക്കണം. നമ്മൾ ഒടിക്കുമ്പോൾ ഒടിയണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അടുത്ത പ്രാവശ്യം കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്, അതായത് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ്. ഇന്ന് ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ഇത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായി. അപ്പോൾ ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ വലിയ 2 പൊട്ടറ്റോ ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോയാണ് കേട്ടോ. കഴുകി എടുത്തിട്ടുണ്ട്, എന്നാലും നമ്മളത് വെള്ളത്തിലേക്ക് ഇടും. അതിൻ്റെ സ്ക്രാച്ച് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കറുത്ത് പോകും. നമ്മളിത് വെള്ളത്തിലിട്ടില്ലെങ്കിൽ കറുത്ത് പോകും. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മുടെ കട്ടിംഗ് ബോർഡിൽ കാണുന്നത് പച്ചക്കറി അരിഞ്ഞ കറിയാണ് കേട്ടോ. യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കട്ടിംഗ് ബോർഡിൽ കറ കളയുന്നൊരു ടിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കൂടുതലാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. 2 വലിയ കിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനിത് 2 പാർട്ടായിട്ട് എടുക്കുന്നത്. പകുതി എടുത്തിട്ട് കടലമാവ് വെച്ചിട്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോയാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പൊട്ടറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഈ വെള്ളത്തിലിട്ട് വേവിച്ച് കളയരുതും. ഒരു 2 സെക്കൻഡ് അത്രയും മതിയാവും. ഫ്രൈ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടേ, ഡിസ്റ്റർബൻസ് ആവുമെന്തോ. അപ്പോൾ ഇനി നമുക്കിത് വൃത്തിയുള്ള ഒരു തുണിയിലേക്കിട്ട് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ, അപ്പം അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കോരി ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടാവശ്യത്തിന് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 2 പാർട്ടായിട്ടൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കടയിലൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒറ്റ ഇതിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ മതി. കൂടുതൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ എണ്ണ പിന്നെ യൂസ് ചെയ്ത് അത് നമുക്ക് ശരീരത്തിനൊന്നും പറ്റത്തില്ല. അപ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് 1ഉം 2ഉം പ്രാവശ്യമായിട്ടൊക്കെയാണ് ചെയ്തെടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആണ്. ഒടിയുന്ന പരുവായിരിക്കണം. നമ്മൾ ഒടിക്കുമ്പോൾ ഒടിയണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ പൊട്ടറ്റോ എല്ലാം ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന പൊട്ടറ്റോ കടലമാവ് മുക്കി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഷോർട്സ് ആയിട്ടിടാൻ ഞാൻ കേട്ടോ. എണ്ണ പോയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ അടുത്ത പ്രാവശ്യം കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഇത്. ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്, എപ്പോഴും ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അല്പം മുളക് പൊടി പുറമേ ഒന്ന് തൂളിക്കൊടുക്കാം.
ടൊമാറ്റോ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒരു സൈഡിൽ ഒഴിച്ചിട്ട് അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഈ പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മടിക്കരുതും കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ദേ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും മതിയവരിയല്ലെന്ന് അവർ പറയണം കേട്ടോ. കഴിച്ചാലും നല്ല ടേസ്റ്റ് തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.